അപ്പോൾ ഡൊമിനിക്കിനോട് അച്ഛൻ കണ്ടവളെ പറയുന്നുണ്ട്, ഡൊമിനിക്ക് ക്ഷമിക്കണം, ഞാൻ രാവിലെ വന്നപ്പോൾ നിനക്ക് വിഷമായോ? അപ്പോഴെനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. എന്തായിരുന്നു, ഒരിക്കൽ കൂടി പറ, എന്തായിരുന്നു നിൻ്റെ ആവശ്യം? മറ്റുള്ളവരോട് എന്തെങ്കിലും അല്പമായിട്ട് ദേഷ്യപ്പെട്ടോ ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് തിരിച്ചു വന്ന് ക്ഷമ ചോദിക്കുന്ന ഒരു പ്രകൃതം അച്ഛനിൽ നിന്ന് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. 48 സെൻറ്റ് സ്ഥലവും ഒരു ഓടിട്ട വീടും എനിക്ക് തന്നായിരുന്നു. ഞാൻ അവിടെ താമസം. എനിക്ക് 3 പെൺകുട്ടികളാണ്. അച്ഛൻ്റെ ഭക്ഷണമുറിയിൽ നല്ല ഒരു ഫ്ലാസ്ക് ഇല്ല. അച്ഛൻ്റെ അനുവാദം ചോദിക്കാതെ ഞാനത് വാങ്ങിച്ച് മേശപ്പുറത്ത് കൊണ്ടുവച്ചപ്പോൾ അന്ന് ഉച്ചക്ക് ആ ഫ്ലാസ്ക് കണ്ടിട്ട് ഏറ്റവും പരുഷമായി എന്നോട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പം കണ്ണൂർ ജില്ലയിലെ മരിയപുരം എന്ന് പറയുന്ന ഇടവകയിലാണ്. ഈ ഇടവകയിൽ ഒരച്ഛൻ്റെ കല്ലറയിലാണ്. ഈ കല്ലറ ഒരു ദേവാലയത്തിലാണ്. സാധാരണഗതിയിൽ ഈ കല്ലറകളിലൊക്കെ എഴുതി വെക്കുക ദൈവവചനങ്ങളാണ്, അല്ല വിശുദ്ധരുടെ വാക്യങ്ങളൊക്കെ എഴുതി വെക്കാറുണ്ട്. പക്ഷെ ഈ അച്ഛൻ ജീവിച്ച വാക്യം തന്നെയാണ് ഈ കല്ലറയിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഈ കല്ലറയിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: ദൈവത്തിൽ നിന്ന് ദൈവത്തോടൊപ്പം ദൈവത്തിങ്കലേക്ക്. ഇത് മറ്റാരുമല്ല, നമുക്കെല്ലാം പരിചിതനായ സുക്കോളച്ചനാണ്. ജർമ്മനിയിൽ നിന്ന് ഇവിടെ വന്ന് ഇവിടുത്തെ പാവങ്ങൾക്ക് വേണ്ടി ജീവിതത്തെ ബലിയായി അർപ്പിച്ച വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിതമാണ് സുക്കോളച്ചൻ്റേത്. ഈ അച്ഛൻ ഏതാണ്ട് ഒരു 10,000 പേരെ ക്രിസ്തുവിൻ്റെതാക്കി മാറ്റിയിട്ടുണ്ട്. 8,000-ൽ പരം വീടുകൾ പണിത് നൽകിയിട്ടുണ്ട്. 27ഓളം പള്ളികൾ പണിയിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഈ അച്ഛൻ ചെയ്ത് ഈ അച്ഛന് വേണ്ടിയോ അച്ഛൻ്റെ മഹത്വത്തിനു വേണ്ടി ആയിരുന്നില്ല. എല്ലാം ദൈവത്തിനും ദൈവത്തിൻ്റെ മഹത്വത്തിനും സഭയെ പടുത്തുയർത്തിനും വേണ്ടി മാത്രമായിരുന്നു. ഈ സുക്കോളച്ചൻ ആരായിരുന്നു? എന്തിനു വേണ്ടിയാണ് അച്ഛൻ ഇതൊക്കെ ചെയ്തത്? അച്ഛൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം എന്തായിരുന്നു? ഇതേക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. അതിൻ്റെ കാഴ്ചകളിലേക്ക്, വിശേഷങ്ങളിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. പാവങ്ങളുടെ അപ്പസ്തോലൻ എന്നറിയപ്പെടുന്ന സുക്കോളച്ചൻ ജീവിച്ച മുറിയും വീടും ഒക്കെയാണിത്. ശരിക്കും നമുക്ക് അത്ഭുതം തോന്നും. ഇറ്റലിക്കാരൻ കോടിക്കണക്കിന് പൈസ കയ്യിലിട്ട് ഉപയോഗിച്ച മനുഷ്യൻ അതൊന്നും കയ്യിൽ പറ്റാതെ എല്ലാം കൊടുത്ത് ഈ എളിയ മുറിയിൽ, എളിയ ഈ വീട്ടിൽ താമസിച്ചു എന്ന് പറയുന്നത് ശരിക്കും അത്ഭുതമാണ്. ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ ഉപയോഗിച്ച എല്ലാ വസ്തുക്കളും നമുക്ക് കാണാനായിട്ട് പറ്റും. തൊപ്പി, ചെരുപ്പ്, അതുപോലെ കൊട, വടി, ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെയുണ്ട്. ഇവിടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അച്ഛൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വസ്ത്രം കാവി വസ്ത്രമായിരുന്നു. ഈ കാവി വസ്ത്രം അച്ഛൻ എന്തുകൊണ്ട് ഉപയോഗിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലപ്പോൾ പാവപ്പെട്ട ആളുകളുടെ അടുത്ത് ചെല്ലുമ്പം ആ കുഞ്ഞിനെ ഒന്ന് എടുക്കാൻ, വീട് പണിയുന്ന സ്ഥലങ്ങളിൽ അതിൻ്റെ മുകളിലൊന്ന് കയറുമ്പം വെള്ളലോഹി ചെളി പറ്റുന്നൊക്കെ കൊണ്ടാണ് അച്ഛൻ ഈ കാവി വസ്ത്രം ഉപയോഗിക്കാനും. ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി അച്ഛൻ ജീവിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മളിവിടെ കാണുന്ന ഈ കാവി വസ്ത്രവും ഈ പൊട്ടി ഒലിക്കുന്ന ചെരുപ്പും ഈ കൊടയൊക്കെ പ്രതിദാനം ചെയ്യുന്നൊരു കാര്യം അച്ഛൻ പാവങ്ങളുടെ പക്ഷത്തായിരുന്നു എന്ന് തന്നെയാണ്. നമ്മളീ കാണുന്നത് അച്ഛനെ സംബന്ധിച്ച് അച്ഛൻ്റെ ഏറ്റവും വലിയ നിധികളാണ് ഈ ചോസിബിള്, അതുപോലെ ആൽബ്, ഊറാറ, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം. അതുപോലെ പരിശുദ്ധ കുർബാന അച്ഛനെ സംബന്ധിച്ച് ഏറ്റവും വിലപ്പെട്ട, അച്ഛൻ പൗരോഹിത്യം സ്വീകരിച്ച അന്ന് തൊട്ട് മരണം വരെ കുർബാന മുടക്കിയിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. എൻ്റെ പേര് ജോസ്, മുഴുവൻ പേര് ജോസ് തങ്കപ്പൻ എന്നാണ്. സുക്കോളച്ചൻ്റെ കൂടെ 40 വർഷം നടക്കാനും അതോടൊപ്പം തന്നെ 20 വർഷത്തോളം സന്തത സഹചാരിയായി അദ്ദേഹത്തിൻ്റെ നിഴലായി തുടരാനും മരണം വരെ കഴിഞ്ഞത് എന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. ഇത്രമാത്രം മനുഷ്യനെ, ദരിദ്രരെ സ്നേഹിക്കുന്ന ഒരു വൈദികനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടില്ല. ഞങ്ങളൊക്കെ അടിമ ജീവിതം നയിച്ച
ജനവിഭാഗമായിരുന്നു. അവിടുന്ന് കൊണ്ടുവന്ന് ഏറ്റവും നല്ല ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാക്കി തന്ന് ഞങ്ങളുടെ മനുഷ്യരാണെന്ന് ബോധ്യപ്പെടുത്തി ക്രിസ്തു എന്താണെന്ന് ഞങ്ങളെ പഠിപ്പിച്ച് ക്രിസ്തു എങ്ങനെയാണ് ജീവിച്ചതെന്ന് കാണിച്ചു തന്ന സ്വയം ക്രിസ്തുവായി തീർന്ന ഒരു വൈദികൻ. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അടിമത്തമൊക്കെ അനുഭവിച്ച മനുഷ്യർ, ഞങ്ങളുടെ പൂർവികരൊക്കെ അങ്ങനെ ജീവിച്ചവരാണ്. അവരാണ് സുക്കോളച്ചനിൽ ഒരു പുതിയ മിശിഹായെ കണ്ടെത്തി സുക്കോളച്ചനിലേക്ക് കടന്നു വന്നത്, അതുവഴി ക്രിസ്തുവിലേക്ക് എത്തിയത്. എൻ്റെ പേര് സിസ്റ്റർ ഡാനിയേല, ദീനസേവന സഭാംഗമാണ്. ഞങ്ങളുടെ ദീനസേവന സഭയെ സംബന്ധിച്ചിടത്തോളം അച്ഛനെ ഒരു വത്സല പിതാവായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. മദർ പേത്ര ദീനസേവന സഭ പട്ടുവത്ത് സ്ഥാപിച്ചപ്പോൾ മദറിനോടൊപ്പം സഹകരിച്ച് നിന്ന് സഭാ സ്ഥാപനത്തിൻ്റെ രൂപീകരണത്തിൽ വളരെയധികം പങ്കുവഹിച്ച വ്യക്തിയാണ് സുക്കോളച്ചൻ. ആ നിലയ്ക്ക് തന്നെ ഈശോയിൽ കണ്ടിരുന്ന പോലെ തന്നെ ഒരു നല്ല ക്ഷമാശീലം ഉണ്ടായിരുന്നു. മറ്റുള്ളവരോട് എന്തെങ്കിലും അല്പമായിട്ട് ദേഷ്യപ്പെട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് തിരിച്ചു വന്ന് ക്ഷമ ചോദിക്കുന്ന ഒരു പ്രകൃതം അച്ഛനിൽ നിന്ന് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എൻ്റെ പേര് ഡേവിഡ് എന്നാണ്. ഞാൻ ഈ പട്ടവും പള്ളിയിലെ തിരുക്കുടുംബ ദേവാലയത്തിലെ കപ്പിയരാണ്. 27 വർഷം സുക്കോളച്ചൻ്റെ കൂടെ അച്ഛൻ്റെ ശുശ്രൂഷ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാണ്. അച്ഛൻ്റെ ജീവിതത്തിൽ കരുണക്ക് വലിയ സ്ഥാനമാണ്. അങ്ങനെ ഒരു ദിവസം ഡൊമിനിക് എന്ന് പറഞ്ഞ ഒരാൾ പട്ടുവത്ത് നിന്ന് അച്ഛൻ്റെ അടുത്തൊരു സഹായത്തിന് പോകുന്നുണ്ട്. പക്ഷേ അയാളുടെ കാര്യത്തിൽ അസിസ്റ്റൻ്റ് അച്ഛൻ എന്തോ പന്തികേട് തോന്നിയിട്ട് സഹായം കൊടുക്കാതെ അയാൾ തിരിച്ചയക്കുന്നുണ്ട്. കുറേ ആൾക്കാർ വരുന്നതാണല്ലോ, അപ്പോൾ പിന്നെ ആരാണ് ശരി ആരാണ് തെറ്റെന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ ആർക്കും ബുദ്ധിമുട്ടാണ്. പക്ഷേ അച്ഛനെ സുക്കോളച്ചനെ സംബന്ധിച്ചുള്ള അതൊന്നൊരു വിഷയമല്ല. പക്ഷെ അന്ന് വൈകുന്നേരം അയാളെ തിരിച്ചയച്ചുകൊണ്ട് അച്ഛന് വലിയൊരു വേദന ഉണ്ടാകുന്നുണ്ട്. അച്ഛൻ സാധാരണ ഇങ്ങനെയുള്ള അവസരത്തിൽ വിളിക്കും പോലെ അന്ന് തന്നെ വിളിക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞു, വൈകുന്നേരം 4 മണിക്ക് ഞാൻ പട്ടുവത്ത് വരുന്നുണ്ട്, നമുക്ക് അവൻ്റെ വീട്ടിലോട്ട് ആ ഡൊമിനിക്കിൻ്റെ വീട്ടിലൊന്ന് പോകണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ 4 മണിക്ക് തന്നെ അച്ഛൻ എത്തുകയും ഞാൻ അച്ഛൻ്റെ കൂടെ ആ മനുഷ്യൻ്റെ ഡൊമിനിക്ക് എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ വീട്ടിൽ പോവുകയും ചെയ്യുന്നുണ്ട്. ഡൊമിനിക്ക് അവിടെ എന്തോ പത്രം വായിച്ചിരിക്കുന്നുണ്ട്. അച്ഛനെ കണ്ടപാട് ഡൊമിനിക്ക് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. ചാടി അച്ഛൻ്റെ മുന്നിൽ വന്ന് കൈകൂപ്പി ഇങ്ങനെ അയാൾക്ക് അറിയുന്നില്ല എന്തിനാ അച്ഛൻ വന്ന ഡൊമിനിക്കിന് അറിയത്തില്ല. അപ്പോൾ ഡൊമിനിക്കിനോട് അച്ഛൻ കണ്ടപാടെ പറയുന്നുണ്ട്, ഡൊമിനിക്കെ ക്ഷമിക്കണം, ഞാൻ രാവിലെ വന്നപ്പോൾ നിനക്ക് വിഷമായോ? അപ്പോഴെനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. എന്തായിരുന്നു ഒരിക്കൽ കൂടെ പറ, എന്തായിരുന്നു നിൻ്റെ ആവശ്യം? അപ്പോൾ ഡൊമിനിക്ക് അച്ഛൻ അത് സാരമില്ലെന്ന് പറയുന്നുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം അവിടെ വന്ന് എന്താണോ എന്തിനു വേണ്ടിയാണോ അയാൾ ആവശ്യപ്പെട്ടത്, വീടിൻ്റെ റിപ്പയറിന് വേണ്ടിയിട്ടാണ്. അച്ഛനോട് എന്നോട് പറഞ്ഞൊരു പെണ്ണ് കടലാസ് എടുത്തിട്ട് അത് എഴുതി വെക്കാൻ പറഞ്ഞു. എൻ്റെ പേര് മേരി. സുക്കോളച്ചൻ്റെ കൂടെ ഞാൻ 25 വർഷം ഉണ്ടായിരുന്നു. അവിടെ അച്ഛന് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുമായിരുന്നു. അച്ഛൻ രാവിലെ 8 മണിക്ക് കാപ്പി കുടിക്കും. പിന്നെ 12 മണിക്ക് അച്ഛൻ ഉച്ചഭക്ഷണം കഴിക്കും. പിന്നെ അച്ഛന് കുളിക്കാൻ ചൂടുവെള്ളം വേണം, അതുണ്ടാക്കി കൊണ്ട് കൊടുക്കും. അച്ഛൻ ചൂടുവെള്ളത്തിൽ കുളി കഴിഞ്ഞ് വന്ന് ഒരു കാപ്പി കുടിച്ച് വീണ്ടും പള്ളിയിലോട്ട് പ്രാർത്ഥിക്കാൻ പോകും. ഏതാണ്ട് 1 മണിക്കൂർ പള്ളിയിൽ പ്രാർത്ഥിക്കും. പിന്നെ അച്ഛൻ വന്ന് ഓഫീസിലിരിക്കും. വീട് പിന്നെ രോഗികൾക്ക് പൈസ ഇതൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, അതെല്ലാം വാങ്ങിക്കാൻ ആൾക്കാർ വരും. സുക്കോളച്ചൻ 48 സെൻറ്റ് സ്ഥലവും ഒരു ഓടിട്ട വീടും എനിക്ക് തന്നായിരുന്നു. ഞാൻ അവിടെ താമസം. എനിക്ക് 3 പെൺകുട്ടികളാണ്. അവരെ 3 കല്യാണം കഴിഞ്ഞത് ആ വീട്ടിൽ നിന്നാണ്. പിന്നെ ഇപ്പോൾ അവർ സുഖമായി ജീവിക്കുന്നു. ഞാനും അവിടെ തന്നെ ഇപ്പം താമസം. അച്ഛൻ 40 വർഷത്തോളം വികാരിയായിരുന്ന ദേവാലയമാണിത്. 98-ാമത്തെ വയസ്സിലും അച്ഛൻ ഈ ദേവാലയത്തിൻ്റെ വികാരിയായിരുന്നു. അപ്പോഴും അച്ഛൻ ഒരു ദിവസം പോലും പരിശുദ്ധ കുർബാന ഈ ദേവാലയത്തിൽ മുടക്കാൻ അനുവദിച്ചിരുന്നില്ല. അച്ഛൻ എങ്ങനെയും കുർബാന അർപ്പിക്കുമായിരുന്നു. എൻ്റെ പേര് ഫാദർ റോയി നെടുന്താനം. സുക്കോളച്ചൻ്റെ ഖബറിടം സ്ഥിതി ചെയ്യുന്ന മരിയപുരം നിത്യസഹായ മാതാ ഇടവകയുടെ വികാരി. ഏകദേശം 15 വർഷക്കാലം അച്ഛനെ നേരിട്ടും കഴിഞ്ഞ ഒരു 10 വർഷക്കാലം എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലും എന്നെ ഏറെ പ്രചോദിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ബഹുമാനപ്പെട്ട സുക്കോളച്ചൻ. അദ്ദേഹത്തിൻ്റെ ജീവകാരുണ്യ സംരംഭങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ടത് അദ്ദേഹം പാവപ്പെട്ടവർക്ക് വീടുകൾ വെച്ച് കൊടുക്കുന്നു എന്നുള്ളതായിരുന്നു. ഏകദേശം 50ഓളം വീടുകൾ അദ്ദേഹത്തിൻ്റെ സഹായത്തോടുകൂടി ഞാനിരുന്ന ഇടവകളിൽ പണിയാൻ സാധിച്ചു. ഒരു വർഷം കോടികൾ അച്ഛൻ്റെ കയ്യിലൂടെ പാവങ്ങൾക്കായി അറിയുമ്പോഴും ഒരു പൈസ പോലും അതിൽ നിന്ന് സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാത്ത സുക്കോളച്ചൻ. അച്ഛൻ്റെ ഭക്ഷണമുറിയിൽ നല്ല ഒരു ഫ്ലാസ്ക് ഇല്ല. അച്ഛൻ്റെ അനുവാദം ചോദിക്കാതെ ഞാനത് വാങ്ങിച്ച് മേശപ്പുറത്ത് കൊണ്ടുവച്ചപ്പോൾ അന്ന് ഉച്ചക്ക് ആ ഫ്ലാസ്ക് കണ്ടിട്ട് ഏറ്റവും പരുഷമായി എന്നോട് പറഞ്ഞു, ഇത് എൻ്റെയും നിൻ്റെയും പൈസയല്ല, ഇത് പാവങ്ങളുടെ പൈസയാണ്, നാളെ തന്നെ ഇത് മാറ്റി
പൈസ ഇവിടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഒരു മനുഷ്യൻ ഇത്രമാത്രം ദാരിദ്ര്യത്തിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ അപ്പസ്തോലനായി ജീവിക്കാൻ കഴിയും എന്നെ പഠിപ്പിക്കുകയായിരുന്നു അച്ഛൻ. എൻ്റെതല്ല, ചെരുപ്പുകൾ നിരവധി തവണ ചെരുപ്പ് റിപ്പയർ ചെയ്യാൻ കൊണ്ടുപോവുക. ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു, അച്ഛാ ഇനി എനിക്ക് പറ്റില്ല, എനിക്ക് നാണക്കേടാവുക ഈ ചെരുപ്പ് തുന്നിച്ച് കൊണ്ടുവരാൻ. അപ്പം അദ്ദേഹം വളരെ ദേഷ്യത്തോടെ പറഞ്ഞു, നീ കൊണ്ടുപോകണ്ട, ഞാൻ കൊണ്ടുപോയിക്കോളാം. നമ്മളാദ്യം വാഹനത്തിൽ കയറിയ പാടെ കീശയിൽ ഒരു കൊന്തയുണ്ടാവും എപ്പോഴും തന്നെ. കേശ കൊന്ത വലിച്ചിട്ട് അച്ഛൻ ആദ്യം തന്നെ പിതാവിനും പുത്രനും തുടങ്ങും. നമ്മൾ ചിലപ്പോൾ ഒക്കെ എന്തൊക്കെ തമാശ പറഞ്ഞ് ചിരിച്ചാൽ അച്ഛൻ ഒച്ചത്തിൽ പിതാവിനും പുത്രനും വെക്കും. അപ്പോൾ കൂടെ നിൽക്കുന്ന നമ്മൾ ആരെങ്കിലുമൊക്കെ ജവമാല തുടങ്ങണം. അതാണ് രീതി. എപ്പോഴും ഏത് സമയത്തും ഈ യാത്രയിൽ അച്ഛൻ ഒരു ഒരു 1-2 ജവം, ദൂരെ യാത്രയെങ്കിലും ഒന്നിൽ കൂടുതൽ ജവമാലയൊക്കെ ചൊല്ലും. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ ആണ് നമ്മൾ അച്ഛൻ്റെ യാത്രയും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ ദൈവിക ഒരു പരിവേഷം എപ്പോഴും കാണാറുണ്ട്. അച്ഛൻ മരിക്കുമ്പോൾ അദ്ദേഹം 98 വയസ്സുണ്ട്. അപ്പോൾ ആ പ്രായത്തിലും ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം എല്ലാ വീടുകളിൽ പോവുക, രോഗികളായിട്ടുള്ളവരെ കാണുക, അവരോട് സംസാരിക്കുക, അവരുടെ വീട്ടിലെ വിശേഷങ്ങൾ അന്വേഷിക്കുക, അവരുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് മനസ്സിലാക്കി അതിന് എനിക്കെന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന് ചിന്തിക്കുക. 2013 ഡിസംബർ 20 തൻ്റെ ദിനചര്യയുടെ ഭാഗമായുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി അൾത്താരയിൽ നിന്ന് പ്രാർത്ഥിച്ചു. കുറച്ച് കഴിയുമ്പോൾ ഒരു വലിയ ശബ്ദം കേട്ടാണ് ഞാൻ പള്ളിയുടെ അകത്തേക്ക് ഓടി ചെല്ലുന്നത്. അപ്പോഴവിടെ വീണ് കിടക്കുന്ന സുക്കോളച്ചനെയാണ് ഞാൻ കണ്ടത്. 21 രാവിലെ യാതൊരു പ്രയാസവുമില്ലാതെ നടന്ന് തൻ്റെ ജീപ്പിൽ കയറി മേരിക്കുന്ന് ആശുപത്രിയിലേക്ക് സുക്കോളച്ചനും കൂടെ ഉണ്ടായിരുന്ന വൈദികരും സിസ്റ്റർമാരും പോയത് വളരെ ആരോഗ്യവാനായിട്ടാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. അച്ഛൻ അവിടെ എത്തി ഉച്ചയാകുമ്പോൾ ഞങ്ങൾക്ക് വിവരം കിട്ടും അച്ഛന് കുഴപ്പമൊന്നും ഇല്ല എന്നാണ്. വൈകുന്നേരമായപ്പോഴാണ് പറയുന്നത് അച്ഛൻ എന്തോ ചുമക്കുന്നത് കൊണ്ട് ശ്വാസകോശത്തു നിന്ന് ബയോപ്സി ചെയ്യാനായിട്ടുള്ള വെള്ളമെടുത്ത് അയച്ചിട്ടുണ്ട്, അതിൻ്റെ റിപ്പോർട്ട് വന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ എന്നാണ്. അച്ഛന് ശ്വാസകോശത്തിൽ ക്യാൻസറാണ്. എൻ്റെ ജീവിതത്തിൽ ഇത്രയും ഞാൻ വേദനിച്ചൊരു ദിവസം ഉണ്ടായിരുന്നില്ല. ഒരു 3-4 ദിവസം നല്ല ബോധത്തോടു കൂടിയാണ് ആശുപത്രിയിലുണ്ടായത്. പിന്നെ അവർ പറഞ്ഞത് ഇനി ഒന്നും ചെയ്യാനില്ല, 98 വയസ്സായി, മറ്റൊരു ചികിത്സയും മരുന്നും അച്ഛനെടുത്ത് ഫലിക്കില്ല, ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥയാണ്, അപ്പോൾ കാണാനുള്ളവരൊക്കെ കണ്ടോട്ടെ എന്നുള്ളതാണ്. ജനുവരി 6 അന്ന് വൈകുന്നേരം ഫാദർ ചാണ്ടിയോടൊപ്പം മരിക്കുന്ന അന്ന് 6 മണിക്ക് അദ്ദേഹം ബലിയർപ്പിച്ചു. അബോധാവസ്ഥയിൽ പോലും തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ബലിയർപ്പിച്ചു. അന്ന് രാത്രി 11:20 അദ്ദേഹം മരിക്കുന്നത്. വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന പുരോഹിതൻ വിശുദ്ധ കുർബാന പോലെ മുറിച്ച് നൽകേണ്ടതാണ്, മിച്ചം വെക്കാതെ. ഈ സുക്കോളച്ചൻ മരിക്കുന്ന സമയത്തും സുക്കോളച്ചൻ്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ണൂർ രൂപതയ്ക്കുള്ളതാണ്, സഭയ്ക്കുള്ളതാണ് എന്ന് അദ്ദേഹം എഴുതി വച്ചിരുന്നു. പാവങ്ങൾക്ക് കൊടുക്കുന്നതിൽ നിന്ന് 1 രൂപ പോലും മാറ്റി മറിക്കാൻ, വേറൊരു ആവശ്യത്തിന് വേണ്ടി വിനിയോഗിക്കാൻ അച്ഛൻ ഒരിക്കലും തയ്യാറുമല്ലായിരുന്നു. സുക്കോളച്ചൻ ഒരു ചോദ്യമാണ്, നിനക്ക് കൊടുക്കാനല്ല മുഴുവനായി കൊടുക്കാൻ പറ്റുമോ? സ്നേഹമായിരിക്കാം, സമയമായിരിക്കാം, പണമായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ, കൊടുത്തിട്ട് കാര്യമില്ല, മുറിച്ച് മുഴുവനായി കൊടുക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം സുക്കോളച്ചൻ നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.